തെറ്റെപ്പോഴും തെറ്റ് തന്നെയാ. ഒരു കണക്കിന് നിന്റെ അമ്മ മരിച്ചത് വളരെ നന്നായി. അല്ലാതെ നിന്ന് ജീവിച്ചിരുന്നെങ്കിലുണ്ടല്ലോ നിന്റെ ഇതുപോലുള്ള വൃത്തികെട്ട ചീപ്പ് പ്രവൃത്തികൾ കണ്ട് അവര് മരിച്ച് ജീവിക്കേണ്ടി വരും. നിനക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ വളരെ കറക്റ്റ് തന്നെയാ. എല്ലാം നീ അർഹിക്കുന്നുണ്ട്. ഇതെല്ലാം ആ ഇഷ കാരണം ഉണ്ടായത്. അന്ന് മുതൽ അവൾ മനസ്സിൽ സൂക്ഷിച്ച പ്രതികാരമാണ് എന്നോട് തീർത്തത്. നീ ശരിക്കും രക്ഷപ്പെട്ടതാ. ആക്ച്വലി ആ പെണ്ണുണ്ടല്ലോ നിന്റെ ലൈഫിൽ ഒരു തരത്തിലും ചേരുന്നല്ല. ആ പെണ്ണ് ആർക്കും ചേരുന്നവളല്ല. അവളുടെയൊക്കെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ശരിക്കും ഹൃദയമല്ല, കല്ലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അത് ഉരുകാൻ പോകുന്നില്ല, ആർക്കു വേണ്ടിയും അലിയാനും പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ അവള് മനഃപൂർവ്വം എന്റെ അവസ്ഥ പോലും ഇങ്ങനെ ആക്കിയത്. പിന്നെ നിനക്കറിയോന്ന് എനിക്കറിയില്ല, ഈ പണമുള്ള വീട്ടിലെ പണക്കാരെ പെമ്പിള്ളേരെല്ലാം എല്ലാരും ഇങ്ങനെ തന്നെ ആയിരിക്കോടാ. ഒരലിവും ഉണ്ടാവില്ല. അവള് കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനുണ്ടല്ലോ, അവരൊരു വലിയ പണക്കാരനാ. ആ പയ്യനും പെണ്ണും അവര് ശരിക്കും പെർഫെക്റ്റ് മാച്ചാ. മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ? ആംഗ്ലേ, ഞാനത്ര നല്ലവനൊന്നുമല്ലെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പെണ്ണ് എന്നെക്കാളും വളരെ മോശക്കാരിയാ. മാത്രമല്ല, ഞാൻ ഉറപ്പിച്ച് പറയാം, ആ പെണ്ണ് നിങ്ങളുടെ വീട്ടിലെ മരുമകളാ ഒരു യോഗ്യതയില്ല ആംഗ്ലേ. ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് സത്യം ചെയ്താ പറയുന്നത്. എടാ നിക്കടാ. എൻ്റെ ഉണ്ണികൃഷ്ണ, എന്നും ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഈ കല്യാണത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാകരുതേ. രോഹൻ, നീയോ? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അതും ഈ വേഷത്തിൽ വന്ന് നിൽക്കുന്നു. നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഈശ, നീ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ സത്യത്തിൽ ആരെ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്? അവനാ നിന്നെ ചതിച്ചത്. വളരെ വലിയൊരു ചതിയാണ് നിന്നോട് ചെയ്തിരിക്കുന്നത്. നീ എന്ത്
എന്തൊക്കെ ഈ പറയുന്ന രോഹൻ? ആരെന്നെ ചതിച്ചു എന്നാ നീ പറയുന്നേ? അങ്ങനെ ആരെ എന്നെ പറഞ്ഞു പറ്റിക്കാൻ? അത് ആരായാലും ശരി, വ്യക്തമായിട്ടൊന്ന് പറ. ഞാൻ തന്നെയാണ് നിന്നെ ചതിച്ചത്. വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുകൂടി. രോഹൻ, നീ എന്തൊക്കെയാ പറയുന്നേ? രോഹൻ, നീ പറയുന്ന കള്ളമല്ലേ? സത്യത്തിൽ നമ്മൾ തമ്മിൽ ഇഷ്ടമല്ലേ? അതെല്ലാരോടും പറ, നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന്.